ജീസസ് ക്രൈസ്റ്റ്. ഇന്നത്തെ പ്രോഗ്രാം ഇതിന്റെ ഫസ്റ്റ് ഇതിന്റെ ആശയവും അതിന്റെ ആവിഷ്കാരമെല്ലാം പറ്റി ലൈക്ക് ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിലെ അവസ്ഥ അറിയാം. നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ചാനൽ പ്രോഗ്രാംസ് ആണ്, ഒത്തിരി ഇന്റർവ്യൂസ്, റിയാലിറ്റി ഷോസ് പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്രിസ്ത്യൻ ചാനലുകളും ഒത്തിരി ഉണ്ട് നാട്ടില്. സോ ഇത് കോട്ടയത്തുള്ള ഒരു അച്ഛൻ തുടങ്ങിയ പുതിയൊരു ചാനലാണ്. അപ്പോൾ ആ ചാനലിലേക്ക് നമുക്ക് ആക്ച്വലി ആ ചാനലിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടിയിരിക്കുന്ന മലയാള ഭാഷ വളരെ സ്ഫുടമായിട്ട് സംസാരിക്കുന്ന തൃശ്ശൂരുള്ള ഒരു അവതാരകനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ ഈ അതിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തോട് എന്ത് നമ്മൾ ചോദ്യം ചോദിച്ചാലും അദ്ദേഹം അത് പാട്ടിൽ കൂടി മറുപടി പറയും. അതാണ് ഈ അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. താങ്കൾ പേരെന്താണ്? ദേശമൊന്നുമില്ല, കാര്യങ്ങളെ കൊള്ളാം. എന്റെ ദേശം. താങ്കളുടെ ദേശം എവിടെയാണ്? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അത് ശരി, അപ്പൊ ഇവിടെ പരദേശവാസിയാണ്. അതെ. അപ്പൊ താങ്കൾ ഭാവന എവിടെയാണ് വരും? അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അപ്പോ അക്കരയിലെ ഭവനത്തിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. ശരി. അപ്പൊ സത്യം പറയുള്ളത് അറിയാം, പക്ഷെ താങ്കൾക്ക് ഇപ്പൊ വയസ്സ് എത്രയുണ്ടാവും? 70 മാത്രം. 80 വയസ്സായി. ചർമ്മം കണ്ട തോന്നില്ല. ഇപ്പൊ ദേശം മുഴുവനും സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാണല്ലോ. ഞങ്ങൾ മനസ്സിലാക്കി താങ്കൾക്ക് ഏറെ ഡെപ്പോസിറ്റ് കൊള്ളായിട്ട്. ആക്ച്വലി ഏത് ബാങ്കിലാണ് താങ്കൾ പണമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്? എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഓ ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഈയിടെയായിട്ട് താങ്കളുടെ കുടുംബജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കേട്ടു. ഇപ്പൊ വേറെ പലരും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് സത്യം എന്ന് പറയാം. അതിൽ നന്നായി കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്. താങ്കൾ മക്കളെ കുറിച്ച് പറയാമോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ജീവിതരിക്കാം, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോട് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേദന നമുക്ക് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, താങ്കൾ വളരെ പ്രത്യാശയുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് താങ്കളുടെ ആ പ്രത്യാശ? നേരം കാണും, നേരം കാണും, നേരം കാണും പേരും. ഓ ശരി, അദ്ദേഹത്തിന് വളരെ പ്രത്യാശ ഉണ്ട് ആ കാര്യത്തില്. ഈ ലോക ജീവിതം താങ്കൾക്ക് വളരെ കഷ്ടങ്ങൾ മാത്രമാണ് സമ്മാനിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ശരിയാണ്. പിന്നെ വേറെ കാര്യം, ഈ താങ്കള് വിശ്വാസ ജീവിതത്തിലാണെന്ന് കേട്ടു. അപ്പൊ സാധാരണ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ ഒരു മെച്ചം എന്താ വെച്ചാൽ കുറെ കാശ് കിട്ടും. അമേരിക്കയിലും കാനഡയിലുള്ള അച്ഛന്മാർ കുറെ കാശ് നാട്ടിലേക്ക് അയച്ചു തരും. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം ഫുഡൊക്കെ അടിച്ചു കഴിയാവുന്നതാണ് മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ്. അപ്പൊ താങ്കൾ ഇതുപോലെ വന്നിട്ട് കുറെ സംഭവം കിട്ടിയിട്ടുണ്ടായിരിക്കണം അല്ലേ? നീങ്ങിപ്പോയി എന്റെ ശാപങ്ങൾ, മാറിപ്പോയി എന്റെ ഭാരങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. സാധാരണ നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഒരു മോട്ടിവേഷനാണ് കിട്ടാറ്. പക്ഷെ ദൈവത്തിന് വളരെ എനിക്ക് തോന്നുന്നു ദൈവത്തിൽ നിന്നുള്ള വളരെ അങ്ങനത്തെ അനുഗ്രഹങ്ങളാണ് പുള്ളിക്ക് കൂടുതലായാലും ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ലഭിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുവാണ്. ഇത്ര നേരം ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത സഹോദരനെ ഞങ്ങളുടെ സഭയുടെ പ്രത്യേക സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനു മുമ്പായി താങ്കൾക്ക് ഈ സഭയോട് അല്ലെങ്കിൽ ഈ സമൂഹത്തോട് ഇന്നത്തെ തലമുറയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമുണ്ടോ? അങ്ങോമിങ്ങും നോക്കിയാൽ നീ ലക്ഷ്യം തെറ്റിടും, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ ലക്ഷ്യം തെറ്റിടും, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. താങ്ക് യു.